ഇത് ഇപ്പോൾ ഹൈബ്രിഡ് കഞ്ചാവ് എന്ന പേരിൽ രാസലഹരി ചേർന്ന ഈ ഫാക്ടറി ഈ ലാബുകളിൽ പ്രത്യേക ഊഷ്മാവില് തയ്യാറാക്കപ്പെടുന്ന ഒരു ലഹരി ഇന്നിപ്പോ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ഇത് സിനിമാ മേഖലയിലേക്ക് എന്നുള്ളത് അന്വേഷണത്തിൽ ബോധ്യപ്പെടേണ്ടതാണ്. സമൂഹത്തിൽ ഇത് വളരെ വ്യാപകമായി വരുന്നുണ്ട്. മലേഷ്യ, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ ഇതിന്റെ ഒരു വലിയ ഉൽപാദനം ലാബുകളിൽ നടന്നുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഈ ഹൈബ്രിഡ് കഞ്ചാവിലേക്ക് ഈ കച്ചവടക്കാര് മാറിയത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ രാജ്യത്തുള്ള NDPS ആക്ട് അതിൽ 1 കിലോയിൽ താഴെ ഉള്ളത് ഇപ്പോഴും മൈനർ ക്വാണ്ടിറ്റിയാണ്. മൈനർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പം അവർക്ക് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടും. 1 കിലോയിൽ മുകളിലുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് റിമാൻഡ് ചെയ്ത് അവരകത്ത് പോകുന്നുള്ളൂ. ഈ നിയമത്തിന് ഒരു ഭേദഗതി വരുത്താൻ അധികാരികൾ ഇന്നും ശ്രമിക്കുന്നില്ല എന്നതാണ് വളരെ ഭയാനകമായ, ഖേദകരമായ ഒരു വസ്തുത. ഈ ഹൈബ്രിഡ് കഞ്ചാവ് എന്ന് പറയുന്നത് ഇത് പ്രത്യേകം നമുക്കറിയാം, കാർഷിക രംഗത്ത് വന്നിട്ടുള്ള വളർച്ച പോലെ തന്നെ ഈ കഞ്ചാവ് ചെടിയിലും കുറച്ചുകൂടി നമ്മുടെ കാർഷിക ഗവേഷണത്തിന്റെ ചേരുവകൾ ചേർത്ത് വളർത്തിയെടുക്കുന്ന കുറച്ചുകൂടി വീര്യം കൂടിയ സാധാരണ കഞ്ചാവ്. ആ കഞ്ചാവിനകത്ത് MDMA പോലെയുള്ള സിന്തറ്റിക് ഡ്രഗ് കൂടി ചേർത്ത് ലാബുകളിൽ പ്രത്യേക ഊഷ്മാവില് 3 മുതൽ 6 മാസം വരെ പ്രോസസ് ചെയ്ത് എടുക്കുന്ന സാധനമാണ്. ഇപ്പൊ തന്നെ അരിഷ്ടം നമുക്കറിയാം. അരിഷ്ടത്തിൽ ദശമൂല അരിഷ്ടം എന്ന് പറയുമ്പോൾ അതിനകത്ത് ശർക്കര കലക്കി 10ഓളം അങ്ങാടി മരുന്നുകൾ ചേർത്ത് 15-20 ദിവസം കൃത്യമായ രീതിയിൽ പ്രോസസ് ചെയ്തെടുക്കുമ്പോഴാണ് ആ അരിഷ്ടത്തിനകത്ത് 11, 12, 13% ആൽക്കഹോളിന്റെ കണ്ടന്റ് സെൽഫ് ജനറേറ്റിംഗ് ആയിട്ട് ഉണ്ടാകുന്നത്. അപ്പൊ ഒരു 3 മാസം 6 മാസം വരെ ഇത് വെച്ചിരുന്ന് സിന്തറ്റിക് കെമിക്കൽസ് ചേർത്ത് ഇത് പ്രോസസ് ചെയ്തെടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു അളവ്, ഇതിന്റെ ഒരു കാഠിന്യം നമുക്ക് ഊഹിക്കാവുന്നതിനപ്പുറത്താണ്. ഇതാണ് ഇപ്പൊ പ്രോസസ് ചെയ്തുകൊണ്ട് വരുന്നത്. ഇപ്പൊ സാധാരണ കഞ്ചാവിന്റെ NDPS ആക്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അതേ നിയമം തന്നെയാണ് ഈ പറയുന്ന ഈ ഹൈബ്രിഡ് കഞ്ചാവിനെ ഇപ്പോഴും പെടുത്തിയിരിക്കുന്നത്. ഇന്നിപ്പം കൊച്ചിയിൽ നിന്ന് പിടിച്ചെങ്കിലും അവരെ സാധാരണ 1 കിലോയിൽ താഴെ 3 കിലോ പിടിച്ചു എന്നാണ് ഞാനും അറിഞ്ഞത്. 3 കിലോ ഉണ്ടെങ്കിൽ അവരെ ഈ പറയുന്ന പോലെ റിമാൻഡ് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് അവരുടെ കയ്യിൽ 1/2 കിലോ ആയിരുന്നെങ്കിൽ അവരെ റിമാൻഡ് ചെയ്യാൻ പറ്റില്ല. അവരെ കോടതിയിലോട്ട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ കോടതി അവർക്ക് ജാമ്യം കൊടുക്കും. കാരണം കഞ്ചാവിന്റെ അതേ നിയമത്തിൽ തന്നെയാണ് ഇപ്പോഴും ഇത് ബന്ധിതമായി നിൽക്കുന്നത്. ഇത് MDMA പോലുള്ള രാസലഹരിയേക്കാൾ കുറച്ചുകൂടി അപകടകരമാണ്. MDMA ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു 1-2 വർഷമൊക്കെ ആണ് മരണത്തിലേക്ക് പോകുന്നതെങ്കിൽ, ഒരു വർഷത്തിനകത്താണ് പല്ലൊക്കെ കൊഴിയാൻ തുടങ്ങുന്നതെങ്കിൽ അതിനേക്കാൾ അപകടമാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവിലൂടെ ഉള്ളത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ആ ഡോസേജ് കൂടിയാൽ പോലും കോമ സ്റ്റേജിലേക്ക് പോകാം, മരണത്തിലേക്ക് പോകാം. MDMA നമ്മൾ ഭയക്കുന്നതിന്റെ എത്രയോ ഇരട്ടി ഭയാനകമായ ഒരു സംഭവമായിട്ടാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവിനെ നാം കാണേണ്ടത്. ഇത് വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹത്തിൽ വ്യാപനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടുള്ള നിയമ സംവിധാനങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാകേണ്ടത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ കഞ്ചാവ് 1 കിലോ 15,000 രൂപയ്ക്കൊക്കെയാണ് സാധാരണ ഈ വിപണിയിൽ കിട്ടുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഇത് ഏതാണ്ട് 50 ലക്ഷം രൂപയാണ്. ഹൈബ്രിഡ് കഞ്ചാവിന് 50 ലക്ഷം രൂപയോളം വില വരും. ഗ്രാമിന് ഏതാണ്ട് 4,000, 5,000, 6,000, 7,000 രൂപ വരെ. അപ്പൊ MDMAക്കാൾ മുകളിലത്തെ വിലയിലാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് ഇപ്പം വ്യാപനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ ഗൗരവമായി കാണേണ്ടതാണ്. ഇത് അപകടകരമായ നമ്മുടെ ഒരു സർവനാശത്തിന്റെ തുടക്കത്തിലേക്ക് പോവുകയാണ് ഈ രാസലഹരികൾ. തീർച്ചയായും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു 2 പേരെയാണ് പിടികൂടാൻ സാധിച്ചിരിക്കുന്നത്. ഈ 3 കോടിയോളം വിലയുള്ള ഈ ഹൈബ്രിഡ് കഞ്ചാവുമായി 2 പേർ പിടിയിലാകുമ്പോൾ ഇവർക്ക് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ഒരു ടീം അത് ഇനിയും പിടിയിലാകേണ്ടതായില്ലേ? ഇവരെ പിന്നിൽ പ്രവർത്തിക്കുന്ന ടീമുകളെ ഒന്നും കണ്ടെത്തുന്നില്ല. ഇപ്പൊ തന്നെ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു സത്യം, നമ്മുടെ ഒരു ചെക്ക് പോസ്റ്റുകളിലും ഇന്ന് വരെ സ്കാനർ ഫിറ്റ് ചെയ്തിട്ടില്ല. അവിടെ ഇപ്പോഴും പല ചെക്ക് പോസ്റ്റുകളിലും 300, 3000, 4000 വണ്ടികൾ കടന്നു പോകുന്ന ചെക്ക് പോസ്റ്റുകളിൽ പോലും
പലയിടത്തും കമ്പി കൊണ്ട് കുത്തി നോക്കുന്ന ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളാണ്. ഇതിന് ശാസ്ത്രീയമായ സംവിധാനങ്ങൾ വേണം, ഇത് തടയണം എന്ന ആത്മാർത്ഥമായ ചിന്ത ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നില്ല. അതിനകത്ത് ഇപ്പം നമ്മളൊരു രാഷ്ട്രീയം കാണണ്ട. എല്ലാ ഗവൺമെന്റും ഏതാണ്ട് സമാനമായ രീതിയിൽ ഇതിന്റെ അനസ്യൂതമായ ഒഴുക്ക് ഇങ്ങനെ നടക്കട്ടെ എന്ന് ആരൊക്കെയോ ചിന്തിക്കുന്നത് പോലെ നമുക്ക് തോന്നും. ഇപ്പൊ നമ്മുടെ പോലീസ് സംവിധാനമോ എക്സൈസ് സംവിധാനമോ കൊണ്ട് ഇത് പ്രാവർത്തിയാക്കാൻ പറ്റത്തില്ല. ഇപ്പൊ എക്സൈസ് സംവിധാനം എന്ന് പറയുമ്പോൾ 3600 വരെ ഉള്ളൂ. അതിനകത്ത് വേക്കൻസികൾ വീണ്ടും ഒഴിഞ്ഞു കിടക്കുന്നു. ആ ഒഴിഞ്ഞു കിടക്കുന്ന കൂടാതെ ലീവ് ഉണ്ടാകും. ഈ പറയുന്ന 1000-ഓളം പഞ്ചായത്തുകൾ, ഈ ഇതിൽ വരുന്ന ഒരു പഞ്ചായത്തിൽ ഒരു എക്സൈസുകാരനെ പോലും നമുക്ക് ഈ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനത്തിന് കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല. അവർക്ക് കോടതി ഡ്യൂട്ടിയുണ്ട്, അവർക്ക് ഓഫീസ് ഡ്യൂട്ടിയുണ്ട്. ഇതെല്ലാം കഴിഞ്ഞു വരും. വളരെ അപൂർവമായിട്ടാണ് ഇതൊക്കെ പിടിക്കാൻ പറ്റുന്നത്. അപ്പൊ ഗവൺമെന്റ് ഇതിന് ഗൗരവതരമായിട്ട് ശാസ്ത്രീയമായി ഇതെങ്ങനെ കണ്ടെത്താൻ കഴിയും എന്നതിനെ പറ്റി ആലോചിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇത് അപകടം തന്നെയാണ്. തീർച്ചയായും ഈ ഒരു ലഹരി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം അത് വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമാണ്. സ്കൂളുകളിൽ പോലും നമ്മളിപ്പോൾ ഈ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം മൂലം സ്കൂളുകളിൽ ഉണ്ടാകുന്ന അക്രമങ്ങളടക്കം വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതിനിടയിൽ ഇതാ സിനിമാ മേഖലയിലേക്കും, അതായത് ഈ പിടിയിലായിട്ടുള്ള 2 പേർ പറയുന്നത് പ്രകാരം 2 പേർക്ക്, സിനിമാ മേഖലയിലുള്ള 2 പേർക്ക് ഇതിൽ പങ്കുണ്ട് എന്നാണ്. നേരത്തെയും സമാനമായ സംഭവങ്ങൾ സിനിമാ മേഖലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഇതിനൊരു അറുതിയില്ല എന്നുള്ളത് വ്യക്തമായ ഒരു കാര്യമായി മാറുകയാണ്. അതെ, സിനിമാ മേഖലയിലേക്ക് ഇത് വരിക എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹം വളരെ ആരാധനയോട് കാണുന്ന നടന്മാർ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് നമുക്കും ആകാം എന്ന് കുട്ടികളിലേക്ക് കൊടുക്കുന്ന ഒരു സന്ദേശം കൂടിയാണ്. പിന്നെ സിനിമാ മേഖലയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ലോകമാണ്. നമ്മൾ പുറത്തുനിന്ന് കാണാൻ പറ്റാത്ത ഒരു പ്രത്യേക ലോകമാണ് സിനിമാ മേഖലയുടെ അകത്തളങ്ങൾ എന്ന് പറയുന്നത്. അവിടെ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ പ്രത്യേകിച്ച് ഇതിനകത്ത് ഈ സ്ത്രീകളെ ഇതിന് കാര്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ കാരിയറായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ പല സ്ത്രീകളും സിനിമയിലേക്ക് വന്നൊരു ചെറിയ ഗ്ലാമർ ലെവലിലേക്ക് വന്നു കഴിയുമ്പോൾ അവർക്ക് പിന്നീട് അധികം അവസരങ്ങൾ കിട്ടാതെ വരുമ്പോൾ അവർക്ക് ആ ഗ്ലാമർ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. 10-25 ലക്ഷം രൂപയുടെ കാറിൽ സഞ്ചരിക്കണം, കൂടിയ വസ്ത്രം ധരിക്കണം, കൂടിയ ഹോട്ടലിൽ താമസിക്കാൻ പറ്റൂ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ സിനിമയിൽ നിന്ന് അവസരവും പണവും കിട്ടാതെ വരുമ്പോൾ അത്തരം ആളുകൾ അവരറിഞ്ഞോ അറിയാതെയോ ഈ കടത്തിന്റെ ഭാഗമായിട്ട് മാറുകയാണ്. അപ്പൊ അങ്ങനെ ഇതൊരു അപകടകരമായ, പ്രത്യേകിച്ച് ഈ ചെറുപ്പക്കാരായ സ്ത്രീ കഥാപാത്രങ്ങൾ 1-2 തല കാണിച്ചു കഴിയുമ്പോൾ അവര് സെലിബ്രിറ്റി ആണെന്ന് സമൂഹം അറിയുകയും അവരും അറിയുകയും അതനുസരിച്ച് ജീവിക്കാൻ പറ്റാത്തൊരു സാമ്പത്തിക സ്ഥിതി അവരെ ബാധിക്കുകയും ചെയ്യുമ്പോൾ അതിനെന്താണ് കുറുക്കുവഴി എന്ന് ചിന്തിക്കുന്ന ഒരു തലത്തിലേക്കും ആ മേഖല മാറുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി എങ്ങനെയാകും ഈ എക്സൈസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന തുടർ നടപടികൾ? കാരണം കൃത്യമായി തെളിവുകൾ ശേഖരിച്ച് ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകേണ്ടത് എക്സൈസിന്റെ ഒരു ആവശ്യം കൂടെയാണ്. ആ ഒരു ഘട്ടത്തിൽ എന്താകാം ഇവർക്ക് ലഭിക്കാൻ പോകുന്ന ശിക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ? അല്ല, ഇപ്പൊ ഇതിന്റെ ഒരു 3 കിലോ പിടിച്ച സ്ഥിതിക്ക് ഇവരെ റിമാൻഡ് ചെയ്യപ്പെടും. റിമാൻഡ് ചെയ്യപ്പെട്ടാലും നിലവിലുള്ള NDPS ആക്ടിനകത്ത് നിൽക്കുകയാണ്. നേരെ മറിച്ച് MDMA ഇപ്പോഴും കുറച്ചുകൂടെ കർശനമായി 1 ഗ്രാം കയ്യിലിരുന്നാൽ പോലും അത് കുറച്ചുകൂടെ ഗൗരവമായിട്ടുള്ള സെക്ഷൻ ഇട്ട് കേസെടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ ഹൈബ്രിഡ് കഞ്ചാവ് ഇപ്പോഴും സാധാരണ കഞ്ചാവിന്റെ കാറ്റഗറിയിൽ നിൽക്കുന്നത് കൊണ്ട് അതിന് ഒരു കൂടുതൽ ശിക്ഷ, അല്ലെങ്കിൽ ഇനി അമെന്റ്മെന്റ് വരണം. അതിനകത്ത് അമെന്റ്മെന്റ് വരുമ്പോൾ പോലും ഇപ്പോൾ അമെന്റ്മെന്റ് വന്നില്ലെങ്കിൽ ഇന്ന് രജിസ്റ്റർ ചെയ്യുന്ന കേസിന് നാളെ വരുന്ന അമെന്റ്മെന്റ് ബാധകമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ കോടതി പോകും. ഈ കേസ് എടുക്കുന്ന സമയത്ത് അതിന്റെ ശിക്ഷ ഇതാണ്. അപ്പൊ പിന്നെ അതിനകത്ത് ശിക്ഷ കാഠിന്യമാക്കാൻ പറ്റില്ല. അപ്പൊ എത്രയും പെട്ടെന്ന് ഗവൺമെന്റ് ഇതിന്റെ ശിക്ഷ കാഠിന്യമാക്കി ഇത് കർശനമായി നേരിട്ട് കൊണ്ടുപോകും. ഇതിന്റെ ഒരു അപകടം എന്ന് പറഞ്ഞാൽ ഈ MDMA ഒരു ചെറിയ 30 പേരെ ലഹരിക്ക് അടിപ്പെടുത്താവുന്നതാണ്. അപ്പൊ അത് പഞ്ചസാരയോ കൽക്കണ്ടോ എടുത്ത് നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒരു 4 പെട്ടൊന്ന് അടിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന ആ തരിയും പൊടിയും കൂടെ ചേരുന്നത് പോലൊരു സാധനമാണ് അതിന്റെ MDMA ബേസിക് കണ്ടന്റ്. ഇതുപോലും നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ചോക്ലേറ്റിനകത്ത് ലേശം ചേർത്താൽ അറിയില്ല. ചോക്ലേറ്റ് മേടിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് ഒരാൾക്ക് കൊടുക്കുന്നത് പോലെ നമ്മുടെ കുട്ടികളെ ഇപ്പോഴും ചതിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികളെ, ഈ ലൈംഗിക ചൂഷണത്തിനും മറ്റും. ഇത് ചെന്ന് കഴിയുമ്പോൾ നമുക്കറിയാം. ഇപ്പൊ അക്രമത്തെ കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചു. നമ്മളെ 2 വികാരങ്ങളാണ് നയിക്കുന്നത്, വികാരവും വിവേകവും. അപ്പൊ എപ്പോഴും നമ്മൾ മര്യാദയ്ക്ക് ജീവിക്കുമ്പം വികാരത്തിന്റെ മുൻപിലാണ് നമ്മൾ വിവേകത്തെ നിർത്താറുള്ളത്. എപ്പോ വികാരം മുമ്പിൽ പോന്നോ അപ്പൊ നമ്മൾ കുഴപ്പത്തിലോട്ട് പോകും. ഇത് ലഹരി ചെന്ന് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം, സാധാരണ ലഹരി പോലും, മദ്യം പോലും, സാധാരണ ലഹരി പോലും ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ വിവേകം പുറമോട്ട് മാറുകയും വികാരം മുന്നിലേക്ക് മാറുകയും ചെയ്യും. ഇത്തരം ലഹരികൾ ചെന്ന് കഴിയുമ്പോൾ വികാരമാണ് മുമ്പിൽ വരുന്നത്.
വരും വരാഴിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതാണ് വിവേകം. ശരിയുടെ ഭാഗത്ത് നമ്മളെ പിടിച്ചു നിർത്തുന്നതാണ് വിവേകം. ആ വിവേകം പുറമോട്ട് പോവുകയും വികാരം മുന്നിലേക്ക് പോവുകയും അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒക്കെ തലച്ചോറിലുള്ള ക്രിമിനൽ പോർഷൻ ഡെവലപ്പ് ചെയ്ത് അക്രമത്തിലേക്ക് നമ്മൾ പോകും. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ലഹരി ഉപയോഗവും അക്രമവും ഇത് രണ്ടും പരസ്പര ബന്ധിതമാണ്, പരസ്പര പൂരകമാണ്. തീർച്ചയായും. അതുപോലെ തന്നെ ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി കർശനമായ നിർദ്ദേശങ്ങളൊന്നും ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ ലഹരി ഒഴുക്ക് ഇത് തടയാനുള്ള സാഹചര്യമില്ല, അല്ലെങ്കിൽ അതിനുള്ള സംവിധാനമില്ല. അതിനായി മറ്റെന്തൊക്കെ കാര്യങ്ങളാകും ഇനി ഈ എക്സൈസിന് അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തിന് ചെയ്യാനാവുക? സംസ്ഥാനത്തിന് ചെയ്യേണ്ടത് ഇത് എക്സൈസ് കമ്മീഷണർമാരുടെ അഖിലേന്ത്യാ സമ്മേളനം വിളിക്കാറുണ്ട്, DGPമാരുടെ സമ്മേളനം വിളിക്കാറുണ്ട്, മുഖ്യമന്ത്രിമാരുടെ സമ്മേളനം വിളിക്കാറുണ്ട്. ഇതൊക്കെ ആ വിളിക്കുന്ന അഖിലേന്ത്യാ തലങ്ങളിൽ ഈ വിഷയങ്ങൾ അവരാണ് അവിടെ റൈസ് ചെയ്യേണ്ടത്. അവര് റൈസ് ചെയ്തിട്ട് ഈ നിലവിലുള്ള നിയമത്തിന് ഇന്ന പരിമിതികളുണ്ട്, ഇതിന് മാറ്റം വരുത്തണം, ഇത് അപകടമാണ് എന്ന് ഇവരൊക്കെ വിമാനത്തിൽ പോയി ഡൽഹിയിൽ പോയി ചർച്ചയും ചെയ്ത് വലിയ മുന്തിയ ഹോട്ടലിൽ താമസിച്ചിട്ട് തിരിച്ചു വരാതെ ഇത്തരം അടിസ്ഥാന വിഷയങ്ങളുടെ കുഴപ്പം എവിടെയാണെന്ന് ബോധ്യപ്പെടുത്തിയത് അമെൻഡ് ചെയ്യണം. ഭരണഘടന തന്നെ 100-ൽ കൂടുതൽ തവണ നമ്മൾ അമെൻഡ് ചെയ്തില്ലേ? അപ്പൊ ഈ നിയമം 47-ലെ നിയമം വെച്ചുകൊണ്ട് നമുക്ക് 2025 ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ളതുകൊണ്ടാണ് ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ഭരണഘടന പോലും അമെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരം നിയമങ്ങൾ അതിനകത്ത് ഫലപ്രദമായി അമെൻഡ് ചെയ്യാൻ എന്തുകൊണ്ടാണ് ഒരു വൈമുഖ്യം കാണിക്കുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടുണ്ട് സാമാന്യ ബുദ്ധിയിൽ നമുക്ക് പിടികിട്ടുന്നത്.